പത്തനംതിട്ട ജില്ലയിൽ എയർപോർട്ടിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലം കൊടുമണ്ണിലേതാണെന്ന് വിമാനത്താവള ആക്ഷൻ കൗൺസിൽ. ആറന്മുളയിലെ പോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൊടുമണ്ണിൽ വരില്ല. പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടാണെന്നും കൊടുമൺ വിമാനത്താവള ആക്ഷൻ കൗൺസിൽ കൺവീനർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 10 വർഷങ്ങൾക്കിപ്പുറം ആറന്മുള വിമാനത്താവള പദ്ധതി വീണ്ടും ഉടലെടുക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുകയാണ്. അതിനൊപ്പം തന്നെയാണ് ആറന്മുളയെക്കാട്ടിലും പാരിസ്ഥിതികമായിട്ടുമൊക്കെ അനുയോജ്യമായ സ്ഥലം കൊടുമണ്ണിലെയാണെന്ന് ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. അപ്പം കൊടുമൺ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. അങ്ങനൊരു വാദം വെക്കാൻ കാരണം എന്താണ്? ഈ കൊടുമണ്ണിലാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു മധ്യ തിരുവിതാംകൂറിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും നമ്മുടെ ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അന്യസംസ്ഥാന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിൽ ഒരു എയർപോർട്ട് വരണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ആറന്മുളയിലെ എയർപോർട്ടിന് സ്കോപ്പില്ല. അവിടെ പാരിസ്ഥിതിക പ്രശ്നമുണ്ട്, വയലാണ്, അത് നികത്തി ചെയ്യുന്നത് ഒരുപാട് ദോഷം ചെയ്യും. പത്തനംതിട്ട ടൗണിൽ പോലും ആറന്മുള എയർപോർട്ട് നികത്തിയാൽ വെള്ളം വരും, നമുക്ക് നടക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ള സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് പാരിസ്ഥിതി ഡിപ്പാർട്ട്മെൻറ്റ് അതിനുള്ള അനുമതി നിഷേധിച്ചിട്ട് അവർ ഗവൺമെൻറ് പുറകോട്ട് പോയത്. കൊടുമൺ പ്ലാന്റേഷൻ മേഖല സംസ്ഥാന സർക്കാരിൻ്റേതാണ്. ആ സംസ്ഥാന സർക്കാരിന് അധികാരമുള്ള സ്ഥലത്തു നിന്ന് ഒരാളിനെ പോലും കുടിയൊഴിപ്പിക്കേണ്ട കാര്യമില്ല. തൊഴിൽ പ്രശ്നമില്ല, പാരിസ്ഥിതിക പ്രശ്നമില്ല. അതിലൊക്കെ ഉപരി നല്ല വിശാലമായ ഭൂപ്രദേശമാണ്. എരുമേലി നിങ്ങൾ പോയി നോക്കി അഞ്ഞാണ്ട് പോയി കണ്ടയാളാണ്. ചെറുവള്ളി എസ്റ്റേൻ്റെ സ്ഥലത്ത് ഭയങ്കര ഹൈറ്റാണ്, ലെവലിലല്ല, സമതലമല്ല. അവിടെ നമ്മൾ ഒരുപാട് വിശ്വാസികൾ വരുന്ന ആദിപരാശക്തി അമ്പലം നിലനിൽക്കുകയാണ്. ആ അമ്പലത്തെ തൊട്ടിരുമി ഒഴുകുന്ന വിശാലമായ അരുവി, ആ അരുവി നികത്തിയൊന്നും അവിടെ എയർപോർട്ട് ഉണ്ടാക്കാനൊക്കത്തില്ല. അതിലൊക്കെ ഇവർ വനത്തിനടുത്താണ്. ഇത് കൊടുമണ്ണിനെ സംബന്ധിച്ചോളം വനമെടുത്തില്ല, പരിസ്ഥിതിക പ്രശ്നങ്ങളില്ല, സമതലമാണ്. പത്തനംതിട്ട ജില്ലയുടെ സെൻറ്റർ ആയതുകൊണ്ട് വാഹനഗതാഗതം നന്നായിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ 100 കണക്കിന് വിദേശ മലയാളികൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് പോലെ സിയാൽ മോഡലിൽ ഇത് ചെയ്യാൻ അവർ ഷെയർ എടുക്കാൻ തയ്യാറാണ്. അതിനെ നമുക്ക് സംസ്ഥാന സർക്കാരിന് ഒരു പൈസ പോലും ചിലവില്ലാതെ നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് കൊടുമൺ വേണമെന്നുള്ളതാണ് കൊടുമൺ എയർപോർട്ട് ആക്ഷൻ കമ്മിറ്റി മാത്രമല്ല പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത് അതാണ്. മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലെങ്കിൽ എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ അല്ലെങ്കിൽ ഈ മധ്യ തിരുവിതാംകൂർ മേഖലയിൽ ഒരു എയർപോർട്ട് എന്നത് അനിവാര്യം തന്നെയാണ്. വികസനങ്ങൾക്ക് തടസ്സമല്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ജിബിനൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.